കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് കരോളിസ് സ്കിൻകിസ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല വിമർശനങ്ങളും ആരാധകരുടെ ഭാഗത്തുനിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പല മികച്ച താരങ്ങളെയും ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ ഒരു 5 വർഷത്തിനുള്ളിൽ കരോളിസിന് സാധിച്ചിട്ടുണ്ടായതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അൽവാരോ വാസ്കസ് ആവട്ടെ, അഡ്രിയാൻ ലൂണ ആവട്ടെ, ഡിമിട്രിയോസ് ഡയമൻഡക്കോസ് ആവട്ടെ, ഇങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക മികച്ച താരങ്ങളെയും വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും ഒരുപോലെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് കരോളിസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷത്തിൽ. പക്ഷേ നിലവിൽ പുറത്തേക്ക് വരുന്ന അല്ലെങ്കിൽ പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം വരുവാനായിട്ട് പോകുന്ന സീസണിൻ്റെ അവസാനത്തിന് ശേഷം, അതായത് ഈ ഒരു സീസൺ അവസാനിക്കുന്നത് കൂടി, അതായത് ഇന്നും കൂടി ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരമുള്ളൂ, അത് FC ഗോവയ്ക്കെതിരെയായിരിക്കും. ആ ഒരു മത്സരം കൂടി അവസാനിച്ചതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇദ്ദേഹം രാജിവെക്കുകയാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇദ്ദേഹത്തിന് പകരമായിട്ട് പുതിയൊരാൾ വരുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. കാരണം ഇനി ISL ഉണ്ടാകുമോ, കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകുമോ, ഇങ്ങനെ ഒരുപാട് ചോദ്യചിഹ്നങ്ങളുണ്ട്. നേരത്തെ പുറത്ത് വന്നൊരു റിപ്പോർട്ട് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്കാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. സോ അതൊക്കെ തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് 2028 വരെയായിരുന്നു കരോളിസിന് കരാർ ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും നിലവിൽ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനം, അതായത് ആരാധകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ടീം മോശ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും എതിരെ നല്ല വിമർശനം തന്നെ ഉണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരു മികച്ച രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ ടൈമിൽ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും പല പ്രമുഖ താരങ്ങളെയും പല മികച്ച താരങ്ങളെയും നിലനിർത്തുവാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും മികച്ചൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്, അതായത് ഒരു കോമ്പറ്റീവ് ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. നിലവിൽ ഡേവിഡ് കെറ്റാലയും മാറ്റി ആഷ്ലി വെസ്റ്റ്വുഡിനെ കൊണ്ടുവന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ പോലും നിലവിൽ അദ്ദേഹം രാജിവെച്ച് പുറത്തേക്ക് പോവുകയാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ആരാധകരുടെ ഭാഗത്ത് നല്ല വിമർശനം തന്നെ ഇദ്ദേഹത്തിന് നേരെ ഉണ്ടായെന്നാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു ആൾ വരുമോ എന്ന് കണ്ടതിന് അറിയേണ്ടതാണ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും പല പ്രമുഖ മാധ്യമങ്ങളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു വാർത്ത സത്യമാവാനുള്ള സാധ്യതകളാണ് കൂടുതലും ഉള്ളത്. സോ ഇദ്ദേഹത്തിന് ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും അടുത്തൊരു ഘട്ടമെന്ന് കണ്ടറിയേണ്ടതാണ്. കാരണം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കൂടി അവസാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലബ്ബ് അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്കാണോ നീങ്ങുന്നത് എന്നിങ്ങനെ തരത്തിൽ ഒരുപാട് ചോദ്യചിഹ്നങ്ങളുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാനായിട്ട് പോകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോകുന്ന തരത്തിൽ മാർക്കസ് വരെ റിപ്പോർട്ട് ചെയ്തതാണ്. സോ കണ്ടു തന്നെ അറിയാം ISLൻ്റെ ഇനി ഭാവി കാര്യങ്ങളൊക്കെ തന്നെ. കാരണം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള പല ക്ലബ്ബുകളും ഇപ്പോഴും ഫിനാൻഷ്യലി ഒരു സ്ട്രഗിൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഈവൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ അറൗണ്ട് 40 കോഴ്സ് പ്ലസ് ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു നഷ്ടം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. സോ ആ ഒരു സാഹചര്യത്തൊക്കെ തന്നെ സോർട്ട് ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇന്ത്യൻ ഫുട്ബോളിനുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്ന് കണ്ട് തന്നെ അറിയാം.